എടങ്ങ് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി CPIM കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുള്ളൂ. എളമര കരീം കൂടെ ജയിക്കണമെന്നാണ് അഭിപ്രായം. കോൺഗ്രസ് ഷാഫിയാണ് ഇപ്പൊ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. രാഘവൻ കരീം ഖാൻ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി രാഘവൻ സാറാണ്. നമ്മളെ കരീം തന്നെ രാഹുൽ ഗാന്ധിയാണ് നേതാവ്. CPM ഇഷ്ടപ്പെടാൻ കാരണം അല്ല, അവരെ ജയിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. കാര്യമുള്ളൂ. അതിലാണ് വിശ്വാസം. എന്റെ ഏകദേശം ഒരു 10-30 വർഷത്തോളം ഇത് ഈ ഒരു പ്രവർത്തിച്ചുകൊണ്ടല്ലേ, ചെറുപ്പത്തിൽ മുതല് 60 മുതല് അങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ജവഹർലാൽ നെഹ്റുവിനെ ഇഷ്ടപ്പെടാത്ത ഒരു ഇന്ത്യയിലുണ്ടോ? ഇന്ദിരാഗാന്ധിനെ ഇഷ്ടപ്പെടാത്ത ഒരു ഇന്ത്യയിലുണ്ടോ? എല്ലാരും ഇഷ്ടപ്പെടുന്നവര്, രാജീവ് ഗാന്ധിനെ ഇഷ്ടപ്പെടുന്നവരല്ലേ? അതിൽ ആ പരമ്പരപ്പെട്ട ആരും ഇഷ്ടപ്പെടും. അപ്പൊ ഇന്ത്യൻ രാജ്യം രാഹുൽ ഗാന്ധിന്റെ കയ്യിലായ സുരക്ഷിതമാവും. ഓരോ കാര്യങ്ങൾ ചെയ്യലുണ്ട്, മറ്റുള്ളവരെ പറഞ്ഞു നടക്കല്ല. അധ്വാനത്തിന്റെ ഒരു ഫലം നമുക്ക് CPM നമ്മൾ ജനിച്ച കാലം മുതൽ നമ്മുടെ കുടുംബക്കാരെല്ലാം ആഹാരം എന്ന് പറയുന്നത് ആ CPM നിന്ന് ഞങ്ങൾ വളർന്ന് വലുതായി. ഇനി ഞങ്ങൾ ഒരിക്കലും മാറത്തില്ല. മരിച്ചാലേ മാറും. ഇതാണ് ഞങ്ങളെ CPM എന്ന് പറയുന്നത്. മൊത്തത്തിലുള്ള കാര്യങ്ങൾ, അതായത് മതേതരത്വത്തിന് വേണ്ടിയിട്ട് മൊത്തം ഇന്ത്യ മുഴുവനായിട്ട് നടന്നത്, അത്രയും സജീവമായിട്ടാണ് രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. മതേതരാണ് നമ്മളെ മുഖം. അതിന് ഇടതുപക്ഷം വരണം. പിന്നെ കേരളത്തിന്റെ തനതായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ കേരളത്തിന്റെ അവകാശങ്ങൾ പിന്നെ അവിടെ പാർലമെന്റ് ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു 10 ഇടതുപക്ഷ MP തീർച്ചയായിട്ടും പാർലമെന്റ് ഉണ്ടാവുന്നതാണ് നമ്മുടെ അഭിപ്രായം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ അദ്ദേഹം ചെയ്യുന്ന സേവനം അത്തരത്തിലോ ഒന്നും പറയാനില്ല. നമുക്ക് 100% വിജയിക്കും. ഭൂരിപക്ഷം മുന്നിൽ നിന്ന് കൂടുന്നാണ് പറയുന്നത്. തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ നല്ല ഭൂരിപക്ഷത്തോടുകൂടെ നമുക്ക് രാഘവൻ ഇവിടെ ജയിച്ചു പോകും. അതിൽ യാതൊരു സംശയവും. രാജ്യം നല്ല രൂപത്തിൽ വരണമെന്ന് വിചാരിച്ചുകൊണ്ട് പാടുപെട്ട് നടക്കുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. കാരണം ആ കുടുംബം തന്നെ അങ്ങനെയാണ്. ഇന്നിപ്പോ നാടിന് വേണ്ടിയിട്ട് അയാളൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്ന് പറയുക അത്രയും ദയനീയമായിട്ടാണ് അയാൾ കഷ്ടപ്പെട്ടുകാണ്ട് ജനത്തിന്റെ ഇടയിൽ പാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഇവിടെ ഇപ്പോ നടക്കുന്നത് എന്ന് അമ്മാതിരി രാഷ്ട്രീയവും മതതീവ്രവാദിയും ആയിട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അയാള് ജനത്തിന് വേണ്ടിയിട്ട് സമ്പർക്കമായിട്ട് നടക്കുകയാണ് ഇപ്പോൾ.